ഉന്നത ബിരുദം വേണമെന്ന് ആഗ്രഹമുള്ളവർ, ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചവർ. എന്നാൽ 2021 താലിബാൻ അധികാരത്തിൽ വന്നതോടെ ആ ആഗ്രഹങ്ങളെല്ലാം മങ്ങുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ദിനം പ്രതി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സ്ത്രീകളുടെ നാട് എന്ന് വിളിച്ച് അഫ്ഗാനെ 2023 സ്ത്രീകൾ ഏറ്റവും മോശമായി പരിഗണിക്കപ്പെടുന്ന രാജ്യമെന്ന് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ അധാർമികത തടയുക എന്ന വ്യാജേന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇന്റർനെറ്റ് കൂടി അടച്ചു പൂട്ടിയതോടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് വേണം പറയാൻ. പ്രത്യാഘാതങ്ങൾ ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്നതും അവർ തന്നെ. 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് വിലക്കി. സ്ത്രീകൾക്കുള്ള ജോലി സാധ്യതകൾ കർശനമായി പരിമിതപ്പെടുത്തി. അടുത്തിടെ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ സർവകലാശാലകളിൽ നിന്ന് നീക്കം ചെയ്തു. അതിനു പുറകെയാണ് താലിബാന്റെ ഇന്റർനെറ്റ് നിരോധനവും. രാജ്യത്തെ നിരവധി പ്രവിശ്യകളിൽ ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് ആക്സസ് പൂർണ്ണമായും അടച്ചുപൂട്ടിയ താലിബാനെതിരെ രൂക്ഷ വിമർശനങ്ങളും വന്നു. പുറം ലോകവുമായുള്ള ഓരോ സ്ത്രീയുടെയും അവസാനത്തെ ജീവനാഡിയായിരുന്നു ഇന്റർനെറ്റ്. പലപ്പോഴും താലിബാൻ കൊണ്ടുവന്ന നിരോധനങ്ങളിൽ വലഞ്ഞ സ്ത്രീകൾ കർശനമായ സാമൂഹിക നിയന്ത്രണങ്ങൾക്കിടയിലും ജോലി, വിദ്യാഭ്യാസം, പുറം ലോകവുമായുള്ള ബന്ധം എന്നിവയ്ക്കായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയാണ് വളരെയധികം ആശ്രയിച്ചിരുന്നത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ അത് ബാധിച്ചത് സ്ത്രീകളെ തന്നെയാണെന്ന് നമുക്ക് പറയാം. സ്ത്രീകളെ സാരമായി ബാധിച്ച മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസം. സെക്കൻഡറി സ്കൂളുകളും സർവകലാശാലകളും ഇന്ന് അഫ്ഗാനിൽ പെൺകുട്ടികൾക്ക് അടയ്ക്കപ്പെട്ട വാതിലാണ്. ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള വാതിൽ കൂടി അടഞ്ഞതോടെ സ്ത്രീകളുടെ ഭാവി ഇരുട്ടിലായിരിക്കുക തന്നെയാണ്. ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പുറം ലോകത്തേക്കുള്ള ആകെ ഉണ്ടായിരുന്ന വാതിലാണ് അടഞ്ഞിരിക്കുന്നത്. ആരും ഞങ്ങളെ സഹായിക്കാൻ ഇല്ലാതെയായി. ഞങ്ങൾക്ക് പഠിക്കണം, ഭാവിയിൽ ആളുകളെ സഹായിക്കാൻ കഴിയണം. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ലോകം മുഴുവൻ ഇരുട്ടിലാണെന്ന് തോന്നിയ ഒരു അഫ്ഗാൻ സ്ത്രീയുടെ വാക്കുകളാണിത്. ഒരു അഫ്ഗാൻ സ്ത്രീ എന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതം ഇതിനകം വളരെ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വരുമാനം നേടാനും ഞങ്ങളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കാനുമുള്ള ഏക മാർഗം ഓൺലൈൻ ജോലിയായിരുന്നു. ഇനി എന്തു ചെയ്യും? മറ്റൊരു സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കർശന നിയന്ത്രണത്താൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സ്ത്രീകൾ എങ്ങനെയെങ്കിലും രാജ്യത്ത് നിന്ന് കടന്നു കളയുക എന്ന പ്രതീക്ഷയോടെ ആരംഭിച്ച IELTS ക്ലാസുകൾ ഇനി അവർക്ക് ലഭ്യമാകില്ല. അഫ്ഗാനിസ്ഥാനിൽ സെന്ററുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ടായിരുന്നു പലരും ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്. ആരുടെയും കണ്ണിൽ പെടാതെ ഒളിയും മറയുമായി അവർ ക്ലാസുകളിൽ ഇരുന്നിരുന്നത് എങ്ങനെയെങ്കിലും രാജ്യം വിടുക, തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു. എന്നാൽ ആ ആഗ്രഹവും അവസാനിച്ചു. കഴിഞ്ഞ വർഷമാണ് സ്ത്രീകൾ മുഖം മറയ്ക്കണമെന്നും പുരുഷന്മാർ താടി വളർത്തണമെന്നും കാർ ഡ്രൈവർമാർ സംഗീതം പ്ലേ ചെയ്യാൻ പാടില്ലെന്നുമുള്ള സദാചാര നിയമങ്ങൾ താലിബാൻ ഭരണകൂടം പ്രഖ്യാപിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് അടച്ചുപൂട്ടൽ രാജ്യത്തെ വിദ്യാഭ്യാസം, ബിസിനസ്, മാധ്യമ പ്രവർത്തനം എന്നിവയെ സാരമായി ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകളും. ഈ തീരുമാനത്തെ തുടർന്ന് സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ കമ്പനികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാധാരണ വീടുകൾ എന്നിവിടങ്ങളിൽ വൈഫൈ ഇന്റർനെറ്റ് ഇനി ലഭ്യമാകില്ല. സാങ്കേതിക വിദ്യയിലേക്കും വിവരങ്ങളിലേക്കുമുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിൽ താലിബാൻ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. 1996 മുതൽ 2001 വരെയുള്ള അവരുടെ മുൻ ഭരണകാലത്ത് ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരുന്നു. 2021 അധികാരത്തിൽ അവർ തിരിച്ചെത്തിയതിനു ശേഷം അവരുടെ ഭരണത്തെ വിമർശിക്കുന്ന വാർത്താ വെബ്സൈറ്റുകളും ഓൺലൈൻ സ്ഥാപനങ്ങളും അവർ വിലക്കുകയും ചെയ്തു. ഇപ്പോൾ അധാർമികത തടയുകയാണ് ലക്ഷ്യമെന്ന് താലിബാൻ പറയുമ്പോഴും രാജ്യത്തെ ജനതയെ ഈ നീക്കം എങ്ങനെ ബാധിക്കുമെന്ന് താലിബാൻ ചിന്തിക്കുന്നേയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.